ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെവൻ മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് 75-ലധികം മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു 300-ലേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നേരത്തെ, ആൻസറും കൂടെ ഒന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ CC എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചോദ്യവും ഉത്തരവും ഞാൻ സംസാരിക്കുന്നതിന്റെ താഴെ തന്നെ ലൈനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ എഴുതിയെടുക്കാനും അത് നോക്കി വായിക്കാനൊക്കെ സാധിക്കും. ഉത്തരവും എല്ലാം തന്നെ അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി കാണിക്കുന്ന ഒരു അപ്ഡേഷനാണ് യൂട്യൂബ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉത്തരവും കൂടെ എളുപ്പമാകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ജസ്റ്റ് ആ CC ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് 75-ലധികം മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ഉത്തരമായി വരുന്നത് പാപികളുടെയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഡാഷ് നിരസിക്കാൻ ആർക്ക് കഴിയും? പൂരിപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായി വരുന്നത് അത്യുന്നതന്റെ ഹിതം. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആരുടെ വിധിയാണ് സ്വാഗതാർഹമായിട്ടുള്ളത്? ഉത്തരമായി വരുന്നത് മരണത്തിന്റെ വിധിയാണ്. അടുത്ത് നാലാമത്തെ ചോദ്യമാണ്, എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം മരണവിധിയെ. അടുത്ത് അഞ്ചാമത്തെ ചോദ്യമാണ്, പ്രഭാഷകൻ 41-3 സമാനമായ പഴയ നിയമഭാഗം ഏതാണ്? ഉത്തരമായി വരുന്നത് ഉൽപ്പത്തി 3-19 വാക്യമാണ്. അടുത്ത് ആറാമത്തെ ചോദ്യമാണ്, ആരുടെ പേരാണ് മാഞ്ഞു പോകുന്നത്? ഉത്തരമായി വരുന്നത് പാപികളുടെ പേരാണ്. അടുത്ത് ഏഴാമത്തെ ചോദ്യമാണ്, പ്രഭാഷകൻ 41-12 സമാനമായ പഴയ നിയമഭാഗങ്ങൾ ഏതാണ്? ഉത്തരമായി വരുന്നത് സുഭാഷിതങ്ങൾ 22-1 വാക്യം, സഭാപ്രസംഗൻ 7-1 വാക്യം. അടുത്ത് എട്ടാമത്തെ ചോദ്യമാണ്, പരിമിതമായിരിക്കുന്നത് എന്താണ്? ഉത്തരമായി വരുന്നത് നല്ല ജീവിതത്തിന്റെ ദിനങ്ങളാണ്. അടുത്ത് ഒൻപതാമത്തെ ചോദ്യമാണ്, എവിടെ നിന്ന് മോഷ്ടിക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന്. അടുത്ത 10-ാമത്തെ ചോദ്യമാണ്, പൊടിയിൽ നിന്ന് വന്നവൻ എവിടേക്ക് മടങ്ങുന്നു? ഉത്തരമായി വരുന്നത് പൊടിയിലേക്കാണ് മടങ്ങുന്നത്. അടുത്തത് 11-ാമത്തെ ചോദ്യമാണ്, ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരമായി വരുന്നത് ബന്ധുവിന്റെയാണ്. അടുത്ത് 12-ാമത്തെ ചോദ്യമാണ്, ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത്? ഉത്തരം കൊട്ടി ഘോഷിക്കാതിരിക്കുക. അടുത്ത 13-ാമത്തെ ചോദ്യമാണ്, പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25 ആണ്. അടുത്ത 14-ാമത്തെ ചോദ്യമാണ്, ലജ്ജയും അപമാനവും വരുത്തുന്നത് ആരാണ്? ഉത്തരമായി വരുന്നത് സ്ത്രീയാണ്. അടുത്ത 15-ാമത്തെ ചോദ്യമാണ്, തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആരാണ്? ഉത്തരം സൂര്യനാണ്. അടുത്ത 16-ാമത്തെ ചോദ്യമാണ്, കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം എല്ലാ സൃഷ്ടികളിലും. അടുത്ത 17-ാമത്തെ ചോദ്യമാണ്, അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം? ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് പ്രവൃത്തികളാണ്. അടുത്ത 18-ാമത്തെ ചോദ്യമാണ്, അടുത്ത ഒരു ഡാഷ് ആണ്, പൂരിപ്പിക്കുകയാണ്. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ചോദ്യം നമ്മൾ വായിക്കാം. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ആ ഡാഷ് എന്നതാണ് ഉത്തരമായി വരുന്നത് പൂരകമാണ്. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അടുത്ത് 19-ാമത്തെ ചോദ്യമാണ്, അവിടെ നിന്ന് നിരീക്ഷിക്കുന്നത് എന്താണ്? ഉത്തരമായി വരുന്നത് കാലത്തിന്റെ സൂചനകൾ. അടുത്ത് 20-ാമത്തെ ചോദ്യമാണ്, തെളിഞ്ഞ ആകാശവിധാനം എന്തിന്റെ അഭിമാനമാണ്? ഉത്തരമായി വരുന്നത് സ്വർഗീയ യൗവ്യത്തിന്റെയാണ്. സ്വർഗീയ യൗവ്യത്തിന്റെ. അടുത്ത് 21-ാമത്തെ ചോദ്യമാണ്, സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് എങ്ങനെയുള്ളവനാണ്? ഉത്തരം ഉന്നതനാണ്. അടുത്ത് 22-ാമത്തെ ചോദ്യം, ചന്ദ്രൻ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഉത്തരമായി വരുന്നത് ഉത്സവ ദിനങ്ങളാണ്. അടുത്ത് 23-ാമത്തെ ചോദ്യമാണ്, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് ആര്? ഉത്തരമായി വരുന്നത് പർവ്വതങ്ങളാണ്. അടുത്ത് 24-ാമത്തെ ചോദ്യമാണ്, മഞ്ഞിറങ്ങി വരുന്നത് എന്തിനെ പോലെയാണ്? ഉത്തരമായി വരുന്നത് വെട്ടുകിളിപ്പറ്റം പോലെ. അടുത്ത് 25-ാമത്തെ ചോദ്യമാണ്,
മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതരാകുന്നത് എന്ത്? മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതരാകുന്നത് എന്താണ്? ഉത്തരം മനസ്സാണ്. അടുത്ത് 26ാമത്തെ ചോദ്യമാണ്, എന്ത് പ്രത്യക്ഷമാകുമ്പോഴാണ് ചൂട് ശമിച്ച് ഉന്മേഷം നൽകുന്നത്? ഉത്തരം മഞ്ഞാണ്. അടുത്ത 27ാമത്തെ ചോദ്യമാണ്, ദ്വീപുകളിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആരാണ്? ഉത്തരമായി വരുന്നത് സമുദ്ര സഞ്ചാരികളാണ്. അടുത്ത 28ാമത്തെ ചോദ്യമാണ്, എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തിനാലാണ്? ഉത്തരം കർത്താവിന്റെ വചനത്താലാണ്. അടുത്ത 29ാമത്തെ ചോദ്യമാണ്, എല്ലാ സൃഷ്ടികളെക്കാൾ ഉന്നതമാണ് എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം കർത്താവിനെയാണ്. അടുത്ത 30ാമത്തെ ചോദ്യമാണ്, എന്തുപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം എല്ലാ കഴിവും. അടുത്ത 31ാമത്തെ ചോദ്യമാണ്, മഹത്തായ കർത്താവിന്റെ നിരവധി കാര്യങ്ങൾ എങ്ങനെ വർത്തിക്കുന്നു? ഉത്തരം നമുക്ക് അജ്ഞാതമായാണ്. അടുത്ത 32ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 43 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33 ആണ്. അടുത്ത് 33ാമത്തെ ചോദ്യമാണ്, എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരമായി വരുന്നത് കർത്താവാണ്. അടുത്ത 34ാമത്തെ ചോദ്യമാണ്, ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് ആരാണ്? ഉത്തരമായി വരുന്നത് കർത്താവ്. അടുത്ത 35ാമത്തെ ചോദ്യമാണ്, മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം കാരുണ്യമുള്ളവർ. അടുത്ത 36ാമത്തെ ചോദ്യമാണ്, മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ പാലിക്കുമെന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ഉടമ്പടികളാണ്. അടുത്ത 37ാമത്തെ ചോദ്യമാണ്, മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും സംസ്കരിക്കപ്പെട്ടത് എങ്ങനെ? ഉത്തരം സമാധാനത്തിലാണ്. അടുത്ത 38ാമത്തെ ചോദ്യമാണ്, മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. അടുത്ത 39ാമത്തെ ചോദ്യമാണ്, ഹേനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ സംവഹിക്കപ്പെട്ടത് എവിടേക്കാണ്? ഉത്തരം ഉന്നതത്തിലേക്ക്. അടുത്ത 40ാമത്തെ ചോദ്യമാണ്, തികഞ്ഞ നീതിമാൻ ആരായിരുന്നു? ഉത്തരം നോഹയാണ്. അടുത്ത 41ാമത്തെ ചോദ്യമാണ്, അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആരാണ്? ഉത്തരമായി വരുന്നത് അബ്രഹാമാണ്. അടുത്ത 42ാമത്തെ ചോദ്യം, സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചത് ആര്? ഉത്തരം അബ്രഹാമാണ്. അടുത്ത 43ാമത്തെ ചോദ്യം, അബ്രഹാത്തിന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവനോട് ശപഥം ചെയ്തത് ആര്? ഉത്തരം കർത്താവാണ്. അടുത്ത 44ാമത്തെ ചോദ്യം, പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ്? ഉത്തരമായി വരുന്നത് ഇസ്ഹാക്കിനാണ്. അടുത്ത 45ാമത്തെ ചോദ്യമാണ്, കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരമായിട്ട് വരുന്നത് 12 ഗോത്രങ്ങൾക്കായിട്ടാണ്. അടുത്ത 46ാമത്തെ ചോദ്യമാണ്, പ്രഭാഷകൻ 44-ാം അധ്യായം 17 സമാനമായ വചനഭാഗം ഏത്? ഉത്തരമായി വരുന്നത് ഉൽപ്പത്തി 6:9 ആണ്. അടുത്ത 47ാമത്തെ ചോദ്യമാണ്, പ്രഭാഷകൻ 45-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരമായി വരുന്നത് 26 ആണ്. അടുത്ത 48ാമത്തെ ചോദ്യമാണ്, ആരുടെ സന്തതിയിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഉത്തരമായി വരുന്നത് യാക്കോബിന്റെയാണ്. അടുത്ത 49ാമത്തെ ചോദ്യമാണ്, കർത്താവ് ആരെയാണ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമാനമാക്കിയത്? ഉത്തരം മോശയെയാണ്. അടുത്ത 50ാമത്തെ ചോദ്യമാണ്, കർത്താവ് മോശയെ ദൈവദൂതന്മാർക്ക് സമാനമാക്കിയത് എന്തിലാണ്? ഉത്തരം മഹത്വത്തിൽ. അടുത്ത 51ാമത്തെ ചോദ്യമാണ്, കർത്താവ് തന്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത്? ഉത്തരം കൽപ്പനകളാണ്. അടുത്ത 52ാമത്തെ ചോദ്യമാണ്, കർത്താവ് തന്റെ മഹത്വത്തിന്റെ എന്താണ് മോശയ്ക്ക് നൽകിയത്? ഉത്തരമായി വരുന്നത് ഭാഗികമായ ദർശനമാണ്. അടുത്ത് 53ാമത്തെ ചോദ്യമാണ്, എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരമായി വരുന്നത് മോശയെയാണ്. അടുത്ത 54ാമത്തെ ചോദ്യം, കർത്താവ് മോശയെ കേൾപ്പിച്ചത് എന്ത്? ഉത്തരമായി വരുന്നത് തന്റെ സ്വരമാണ്. അടുത്ത് 55ാമത്തെ ചോദ്യമാണ്, കർത്താവ് മോശയ്ക്ക് മുഖാമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിന്റെയും എന്താണ് നൽകിയത്? ഉത്തരമായി വരുന്നത് നിയമമാണ്. അടുത്ത് 56ാമത്തെ ചോദ്യമാണ്, അഹറോൻ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരമായി വരുന്നത് ലേവി ഗോത്രത്തിലാണ്.
അടുത്ത് 57-ാമത്തെ ചോദ്യമാണ്, എങ്ങനെയുള്ള അഹറോനെയാണ് കർത്താവ് ഉയർത്തിയത്? ഉത്തരം വിശുദ്ധനായ. അടുത്ത് 58-ാമത്തെ ചോദ്യമാണ്, കർത്താവ് മഹിമയേറിയ മേലങ്കി അണിയിച്ചത് ആരെയാണ്? ഉത്തരം അഹറോനെയാണ്. അടുത്ത് 59-ാമത്തെ ചോദ്യം, അഹറോന്റെ തലപ്പാവിൽ എന്തുകൊണ്ടുള്ള കിരീടമാണ് അണിയിച്ചിരുന്നത്? ഉത്തരം സ്വർണം കൊണ്ടുള്ള. അടുത്ത് 60-ാമത്തെ ചോദ്യമാണ്, അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് ആരാണ്? ഉത്തരം മോശയാണ്. അടുത്ത് 61-ാമത്തെ ചോദ്യമാണ്, അഹറോന് എതിരെ തിരിഞ്ഞവരെ ദഹിപ്പിക്കേണ്ടതിന് കർത്താവ് എന്താണ് ചെയ്തത്? ഉത്തരം അത്ഭുതം പ്രവർത്തിച്ചു. അടുത്ത് 62-ാമത്തെ ചോദ്യമാണ്, എങ്ങനെയുള്ള ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹറോന് അനുവദിച്ചു കൊടുത്തത്? ഉത്തരമായി വരുന്നത് അതിവിശിഷ്ടമായ. അടുത്ത് 63-ാമത്തെ ചോദ്യമാണ്, മഹത്വത്തിന്റെ എത്രാം സ്ഥാനമാണ് ഫിനെഹാസിന് ഉണ്ടായിരുന്നത്? ഉത്തരം 3-ാം സ്ഥാനം. അടുത്ത് 64-ാമത്തെ ചോദ്യമാണ്, എന്തിന്റെ 3-ാം സ്ഥാനമാണ് ഫിനെഹാസിന് ഉണ്ടായിരുന്നത്? ഉത്തരമായി വരുന്നത് മഹത്വത്തിന്റെയാണ്. അടുത്ത് 65-ാമത്തെ ചോദ്യമാണ്, ഫിനെഹാസിന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം എലെയസറാണ്. അടുത്ത് 66-ാമത്തെ ചോദ്യം, ദാവീദ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരമായി വരുന്നത് യൂദാ ഗോത്രജ്ഞനായ ജെസ്സയുടെയാണ്. അടുത്ത് 67-ാമത്തെ ചോദ്യം, യൂദാ ഗോത്രജ്ഞനായ ജെസ്സയുടെ പുത്രൻ ദാവീദുമായി ഉറപ്പിക്കപ്പെട്ട ഉടമ്പടി എന്ത്? ഉത്തരമായി വരുന്നത് രാജാവിന്റെ പിന്തുടരാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കണമെന്നത്. അടുത്ത് 68-ാമത്തെ ചോദ്യമാണ്, ജോഷ്യ ആരുടെ പിൻഗാമിയായിരുന്നു? ഉത്തരം മോശയുടെയാണ്. അടുത്ത് 69-ാമത്തെ ചോദ്യമാണ്, ജോഷുവ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിന് വേണ്ടിയാണ്. അടുത്തത് 70-ാമത്തെ ചോദ്യമാണ്, ജോഷുവയുടെ കരം എന്തിനെയാണ് തടഞ്ഞു നിർത്തിയത്? ഉത്തരം സൂര്യനെയാണ്. അടുത്ത 71-ാമത്തെ ചോദ്യമാണ്, കാലേബിന്റെ പിതാവ് ആര്? ഉത്തരമായി വരുന്നത് യെഫുന്നെയാണ്. അടുത്ത 72-ാമത്തെ ചോദ്യം, ജോഷുവ കാലേബിനടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്? ഉത്തരമായി വരുന്നത് പാപത്തിൽ നിന്നാണ്. അടുത്ത 73-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആരെയെല്ലാമാണ് പരാമർശിക്കുന്നത്? ഉത്തരമായി വരുന്നത് ന്യായാധിപന്മാർ സാമുവേലിനെ. അടുത്ത 74-ാമത്തെ ചോദ്യം, ആരിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാർ ഉണ്ടെന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിൽ. അടുത്ത 75-ാമത്തെ ചോദ്യം, കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആയിരുന്നത് ആര്? ഉത്തരം സാമുവേലാണ്. അടുത്ത് 76-ാമത്തെ ചോദ്യമാണ്, കർത്താവിന്റെ നിയമം അനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ആരാണ്? ഉത്തരം സാമുവേലാണ്. അടുത്ത് 77-ാമത്തെ ചോദ്യം, വിശ്വസ്തത നിമിത്തം സാമുവേൽ ആരെന്നാണ് തെളിഞ്ഞത്? ഉത്തരം പ്രവാചകൻ. അടുത്ത് 78-ാമത്തെ ചോദ്യം, സാമുവേൽ എങ്ങനെയുള്ള ദീർഘദർശിയായിരുന്നു? ഉത്തരം വാക്കുകളിലൂടെ വിശ്വസ്തനായ. അടുത്ത 79-ാമത്തെ ചോദ്യമാണ്, ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല എന്ന് പ്രഭാഷകൻ 46-ാം അധ്യായം 19 ആരെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം സാമുവേലിനെ കുറിച്ചാണ്. അടുത്ത 80-ാമത്തെ ചോദ്യമാണ്, സാമുവേൽ തന്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ആരെയാണ്? ഉത്തരം രാജാവിനെയാണ്. അടുത്ത 81-ാമത്തെ ചോദ്യം, ജനത്തിന്റെ എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവേൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ഉത്തരം ജനത്തിന്റെ ദുഷ്ടത. അടുത്ത 82-ാമത്തെ ചോദ്യം, ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയ പ്രവാചകൻ ആര്? ഉത്തരം നാഥാനാണ്. അടുത്ത് 83-ാമത്തെ ചോദ്യമാണ്, ദാവീദ് കോലാട്ടിൻകുട്ടികൾ എന്ന പോലെ എന്തുമായാണ് കളിയാടിയത്? ഉത്തരം സിംഹങ്ങളുമായിട്ടാണ്. അടുത്ത 84-ാമത്തെ ചോദ്യമാണ്, ദാവീദ് യൗവനത്തിൽ എന്ത് ചെയ്ത് കരമുയർത്തിയപ്പോഴാണ് ഗോലിയാത്തിന്റെ അഹങ്കാരം തകർന്നത്? ഉത്തരം കവിണയിൽ കല്ല് ചേർത്ത്. അടുത്ത് 85-ാമത്തെ ചോദ്യമാണ്, എന്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരമായി വരുന്നത് തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്. അടുത്ത് 86-ാമത്തെ ചോദ്യമാണ്, 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ജനങ്ങൾ ദാവീദിനെ അണിയിച്ചത് എന്ത്? ഉത്തരമായി വരുന്നത് മഹത്വത്തിന്റെ കിരീടമാണ്. അടുത്ത 87-ാമത്തെ ചോദ്യമാണ്, എതിരാളികളായിരുന്ന ആരെയാണ് ദാവീദ് നശിപ്പിച്ചത്?
ഉത്തരം ഫിലിസ്തീനയാണ്. അടുത്ത 88ാമത്തെ ചോദ്യമാണ്, ദാവീദ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് എങ്ങനെ? ഉത്തരമായി വരുന്നത് പൂർണ്ണ ഹൃദയത്തോടെ. അടുത്ത് 89ാമത്തെ ചോദ്യമാണ്, ബലിപീഠത്തിന് മുൻപിൽ എന്ത് ആലപിക്കാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത്? ഉത്തരമായി വരുന്നത് മധുരമായ ഗാനമാണ്. അടുത്ത 90ാമത്തെ ചോദ്യമാണ്, കർത്താവ് ദാവീദിന്റെ എന്ത് നീക്കിക്കളഞ്ഞാണ് അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിച്ചത്? ഉത്തരം പാപമാണ്. അടുത്ത 91ാമത്തെ ചോദ്യമാണ്, കർത്താവ് ദാവീദിന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിന് സിംഹാസനവും നൽകിയത് ഏതു വഴിയാണ്? ഉത്തരം ഉടമ്പടി വഴിയാണ്. അടുത്ത 92ാമത്തെ ചോദ്യമാണ്, ബുദ്ധിമാനായ സോളമൻ ആരുടെ പിൻഗാമി ആയിരുന്നു? ഉത്തരമായി വരുന്നത് ദാവീദിന്റെയാണ്. അടുത്ത 93ാമത്തെ ചോദ്യമാണ്, ദൈവത്തിന്റെ നാമത്തിൽ സോളമൻ നിർമ്മിച്ചത് എന്ത്? ഉത്തരം ഒരു ആലയമാണ്. അടുത്ത 94ാമത്തെ ചോദ്യമാണ്, സോളമന്റെ എന്താണ് നദി പോലെ കവിഞ്ഞൊഴുകിയത്? ഉത്തരം വിജ്ഞാനമാണ്. അടുത്ത 95ാമത്തെ ചോദ്യമാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സോളമൻ ശേഖരിച്ചത് എന്താണ്? ഉത്തരം സ്വർണമാണ്. അടുത്ത 96ാമത്തെ ചോദ്യമാണ്, സ്ത്രീകൾക്ക് അധീനമായി അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തിയത് ആരെയാണ്? ഉത്തരമായി വരുന്നത് സോളമനെയാണ്. അടുത്ത 97ാമത്തെ ചോദ്യമാണ്, കർത്താവ് ഒരിക്കലും എന്ത് വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിപ്പിക്കാൻ ഇടവരുത്തുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം കാരുണ്യമാണ്. അടുത്ത 98ാമത്തെ ചോദ്യമാണ്, ജനത്തിനുമേൽ ഏലിയ പ്രവാചകൻ ഡാഷ് വരുത്തി. ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ക്ഷാമമാണ്. അടുത്ത 99ാമത്തെ ചോദ്യമാണ്, മരിച്ചിട്ട് പ്രവാചിച്ചത് ആരാണ്? ഉത്തരം എലീശയാണ്. അടുത്ത 100ാമത്തെ ചോദ്യമാണ്, ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്താണ്? ഉത്തരമായി വരുന്നത് കൊടുങ്കാറ്റാണ്. അടുത്ത 101ാമത്തെ ചോദ്യമാണ്, ആർക്കാണ് ഗിലിയാദ് എന്ന സ്ഥലനാമം പേരായിട്ടുള്ളത്? ഉത്തരം ജെഫ്തായുടെ പിതാവിനാണ്. അടുത്ത് 102ാമത്തെ ചോദ്യമാണ്, തോബിൽ ജെഫ്തായോട് ചേർന്നത് ആരാണ്? ഉത്തരം ഒരു നീച സംഘമാണ്. അടുത്ത 103ാമത്തെ ചോദ്യമാണ്, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്ത് ചെന്ന് ജെഫ്തായോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരമായി വരുന്നത് അമ്മോര്യരോടുള്ള യുദ്ധത്തിൽ ജെഫ്ത തങ്ങളെ നയിക്കണമെന്ന്. അടുത്ത 4ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 11-ാം അധ്യായം 10-ാം പ്രകാരം ശ്രേഷ്ഠന്മാർ പ്രവചിച്ചത് എന്താണ്? ഉത്തരമായി വരുന്നത് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. അടുത്ത് 105ാമത്തെ ചോദ്യം, ഗിലെയാദിൽ ശ്രേഷ്ഠന്മാരോടൊപ്പം എത്തിയ ജെഫ്തായെ നേതാവായി സ്വീകരിച്ചത് ആരാണ്? ഉത്തരമായി വരുന്നത് ജനമാണ്. അടുത്ത 106ാമത്തെ ചോദ്യമാണ്, എത്ര പ്രാവശ്യമാണ് ജെഫ്ത അമ്മോന്യ രാജാവിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത്? ഉത്തരം 2 പ്രാവശ്യമാണ്. അടുത്ത 107ാമത്തെ ചോദ്യമാണ്, ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഏദോം രാജാവിനോട് അപേക്ഷിച്ചത് എങ്ങനെയാണ്? ഉത്തരം ദൂതന്മാർ വഴിയാണ്. അടുത്ത 108ാമത്തെ ചോദ്യമാണ്, ഈജിപ്തിൽ നിന്നും വരും വഴി ഇസ്രായേലിനെ കടന്നു പോകാൻ ഏദോം രാജാവും മൊവാബ് രാജാവും സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽ എവിടെ കൂടെയാണ് യാത്ര ചെയ്തത്? ഉത്തരം മരുഭൂമിയിൽ കൂടെ. അടുത്ത 109ാമത്തെ ചോദ്യമാണ്, മൊവാബിന്റെ അതിർത്തി ഏതാണ്? ഉത്തരമായി വരുന്നത് അർണോൺ ആണ്. അടുത്ത് 110ാമത്തെ ചോദ്യമാണ്, സീഹോന്റെ ദേശം ഏതായിരുന്നു? ഉത്തരം ഹെഷ്ബോൺ ആണ്. ഹെഷ്ബോൺ. അടുത്ത 111ാമത്തെ ചോദ്യമാണ്, അമ്മോന്യ രാജാവായ സീഹോൻ എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരമായി വരുന്നത് യാഹാസിൽ താവളമടിച്ച്. അടുത്ത 112ാമത്തെ ചോദ്യമാണ്, കെമോഷ് ആരുടെ ദൈവമാണ്? ഉത്തരം അമ്മോന്യ രാജാവിന്റെ ആണ്. അടുത്ത 113ാമത്തെ ചോദ്യമാണ്, മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ആരാണ്? ഉത്തരം ബാലാക്കാണ്. അടുത്ത 114ാമത്തെ ചോദ്യമാണ്, ആർക്കെതിരെ സിപ്പോറിന്റെ പുത്രൻ ബാലാക്ക് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ജെഫ്ത അമ്മോന്യ രാജാവിനോട് ചോദിക്കുന്നത്? ഉത്തരം ഇസ്രായേലിനെതിരെയാണ്. അടുത്ത 115ാമത്തെ ചോദ്യമാണ്, ആ നിലയ്ക്ക് ജെഫ്തയോട് ആര് യുദ്ധം ചെയ്യുന്നത് തെറ്റെന്നാണ് പറയുന്നത്? ഉത്തരം അമ്മോന്യ രാജാവാണ്. അടുത്ത 116ാമത്തെ ചോദ്യമാണ്, ജെഫ്തായുടെ മേൽ ആവർത്തിച്ചത് എന്താണ്? ഉത്തരം കർത്താവിന്റെ ആത്മാവ്. അടുത്ത 117ാമത്തെ ചോദ്യം, വലിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേലിനെ കീഴടങ്ങിയത് ആരാണ്? ഉത്തരം അമ്മോന്യരാണ്. അടുത്ത 118ാമത്തെ ചോദ്യം, ജെഫ്തായുടെ മകൾ ജെഫ്തായെ എതിരേൽക്കാൻ വന്നത് എങ്ങനെയാണ്?
ഉത്തരമായി വരുന്നത് തപ്പുകൊട്ടി നൃത്തം വെച്ചാണ് വന്നത്. അടുത്ത 119 ചോദ്യമാണ്. തന്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കാൻ എത്ര മാസം അനുവദിക്കണമെന്നാണ് മകൾ ജെഫ്തായോട് ആവശ്യപ്പെട്ടത്? ഉത്തരം 2 മാസമാണ്. അടുത്ത് 120 ചോദ്യമാണ്. ന്യായാധിപൻ 11 അധ്യായം 35 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏത്? ഉത്തരമായി വരുന്നത് സംഖ്യ 30 അധ്യായം 2 വാക്യമാണ്. അടുത്ത 121 ചോദ്യമാണ്. ന്യായാധിപന്മാർ 12 അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെ കുറിച്ചാണ് വിവരിക്കുന്നത്? ഉത്തരം 4 ന്യായാധിപന്മാരെ കുറിച്ചാണ്. അടുത്ത 122 ചോദ്യമാണ്. ജെഫ്തായും അവന്റെ ജനവും അമ്മോന്യരുമായി എന്തിലായി എന്നാണ് ജെഫ്ത പറഞ്ഞത്? ഉത്തരമായി വരുന്നത് വലിയ കലഹത്തിലാണ്. അടുത്ത് 123 ചോദ്യം. അമ്മോന്യർക്കെതിരെ ചെന്ന ജെഫ്തായുടെ കയ്യിൽ അമ്മോന്യരെ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. അടുത്ത 124 ചോദ്യമാണ്. ആരൊക്കെ ഒന്നിച്ചു കൂടിയാണ് ജെഫ്ത എഫ്രായിംകാരോട് യുദ്ധം ചെയ്തത്? ഉത്തരമായി വരുന്നത് ഗിലെയാദുകാരെല്ലാം ഒന്നിച്ചു കൂട്ടി. അടുത്ത 125 ചോദ്യമാണ്. അന്നാളുകളിൽ ജോർദാന്റെ കടവുകൾ വെച്ച് എത്ര എഫ്രായിംകാരെയാണ് വധിച്ചത്? ഉത്തരമായി വരുന്നത് 42,000. അടുത്ത 126 ചോദ്യമാണ്. ഇബ്സാന് എത്ര പുത്രിമാരും പുത്രികളുമാണ് ഉണ്ടായിരുന്നത്? ഉത്തരമായി വരുന്നത് 30 പുത്രന്മാരും 30 പുത്രികളും. അടുത്ത 127 ചോദ്യമാണ്. ഇബ്സാൻ എത്രാമത്തെ ന്യായാധിപനാണ്? ഉത്തരമായി വരുന്നത് 9-ാമത്തെയാണ്. അടുത്ത 128 ചോദ്യം. ന്യായാധിപൻ 12 അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരമായി വരുന്നത് അബ്ദോനാണ്. അടുത്ത 129 ചോദ്യമാണ്. അബ്ദോൻ എത്രാമത്തെ ന്യായാധിപനാണ്? ഉത്തരമായി വരുന്നത് 11-ാമത്തെ ന്യായാധിപനാണ്. അടുത്ത 130 ചോദ്യമാണ്. മനോവ ഏത് ഗോത്രക്കാരനായിരുന്നു? ഉത്തരമായി വരുന്നത് ദാനാണ്. അടുത്ത 131 ചോദ്യം. ന്യായാധിപൻ 13 അധ്യായം 3 നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന വാക്യം കാണുന്ന പുതിയ നിയമഭാഗം ഏത്? ഉത്തരമായി വരുന്നത് ലൂക്ക 1 അധ്യായം 31 വാക്യമാണ്. അടുത്ത 132 ചോദ്യമാണ്. ദൈവപുരുഷന്റെ മുഖം ആരുടേതെ പോലെ പേടിപ്പെടുത്തുന്നതെന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? ഉത്തരമായി വരുന്നത് ദൈവദൂതന്റെ പോലെ. അടുത്ത 133 ചോദ്യമാണ്. മനോവയുടെ പ്രാർത്ഥന കേട്ടത് ആരാണ്? ഉത്തരമായി വരുന്നത് ദൈവമാണ്. അടുത്ത 134 ചോദ്യം. എന്തിൽ നിന്നുള്ളതുമെന്നാണ് മനോവയുടെ ഭാര്യ ഭക്ഷിക്കാൻ പാടില്ലാത്തത്? ഉത്തരം മുന്തിരിയിൽ നിന്ന്. അടുത്ത 135 ചോദ്യമാണ്. താൻ എന്ത് പാകം ചെയ്യുന്നത് വരെ നിൽക്കണമെന്നാണ് മനോവ ദൂതനോട് പറഞ്ഞത്? ഉത്തരമായി വരുന്നത് ആട്ടിൻകുട്ടിയെ. അടുത്ത 136 ചോദ്യമാണ്. ബലിപീഠത്തിൽ നിന്ന് ഉയർന്നത് എന്താണ്? ഉത്തരം അഗ്നിജ്വാലയാണ്. അടുത്ത 137 ചോദ്യമാണ്. മനോവയുടെ കുഞ്ഞിന്റെ പേരെന്ത്? ഉത്തരമായി വരുന്നത് സാംസൺ ആണ്. അടുത്ത 138 ചോദ്യം. സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരമായി വരുന്നത് തിമ്നായിലേക്കാണ്. അടുത്ത 139 ചോദ്യമാണ്. മുന്തിരിത്തോപ്പിൽ വെച്ച് സാംസന്റെ നേരെ അലറി വന്നത് എന്താണ്? ഉത്തരമായി വരുന്നത് സിംഹമാണ്. അടുത്ത 140 ചോദ്യം. ഭോക്താവിൽ നിന്ന് ഡേശും മല്ലനിൽ നിന്ന് ഡേശും പുറപ്പെട്ടു. ഇപ്പോൾ 2 പൂരിപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായി വരുന്നത് ഭോജനവും മാധുര്യവും. അടുത്ത 141 ചോദ്യം. ന്യായാധിപൻ 14:19 അനുസരിച്ച് കർത്താവിന്റെ ആത്മാവ് ആരുടെ മേൽ അത് ശക്തിയോടെ വന്നത്? ഉത്തരം സാംസന്റെയാണ്. അടുത്ത 142 ചോദ്യം. എവിടെ ചെന്ന് 30 പേരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഉത്തരം അഷ്കലോണിൽ. അടുത്ത 143 ചോദ്യമാണ്. ഞാൻ എന്റെ ഭാര്യയുടെ ഏത് മുറിയിൽ പ്രവേശിക്കട്ടെ എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരമായി വരുന്നത് ശയനമുറിയിൽ. അടുത്ത 144 ചോദ്യമാണ്. സാംസൺ എത്ര കുറുനരികളെ പിടിച്ചു? ഉത്തരമായി വരുന്നത് 300. അടുത്ത 145 ചോദ്യമാണ്. വയൽ കത്തിച്ചാമ്പലായത് കണ്ട് ആരാണത് ചെയ്തതെന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം ഫിലിസ്ത്യരാണ്. അടുത്ത 146 ചോദ്യമാണ്. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത്? ഉത്തരം ലേഹി പട്ടണമാണ്. അടുത്ത 147 ചോദ്യമാണ്. യൂദായിലെ എത്ര ആളുകൾ ആണ് ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് സംസാരിച്ചത്? ഉത്തരം 3000 ആണ്. അടുത്ത 148 ചോദ്യമാണ്. ചത്ത കഴുതയുടെ താടിയെല്ല് കൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം 1000 പേരെ. അടുത്ത 149 ചോദ്യമാണ്. സാംസന് വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം കർത്താവിനെയാണ്. അടുത്ത 150 ചോദ്യം. ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിന്റെ ന്യായാധിപനായത്?
ഉത്തരമായി വരുന്നത് ഫിലിസ്തീനയുടെയാണ്. അടുത്തത് 151 ചോദ്യം. പൗലോസ് എഫോസസിലേക്കുള്ള ആർക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയത്? ഉത്തരമായി വരുന്നത് വിശുദ്ധർക്കാണ്. അടുത്ത 152 ചോദ്യമാണ്. എഫോസസ് 1-2 പൗലോസ് ലീഹ എന്താണ് ആശംസിക്കുന്നത്? ഉത്തരം കൃപയും സമാധാനവും. അടുത്ത 153 ചോദ്യം. ദൈവം തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കൃപയാണ്. അടുത്ത് 154 ചോദ്യം. കൃപ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരമായി വരുന്നത് ജ്ഞാനത്തിലും വിവേകത്തിലുമാണ്. അടുത്ത 155 ചോദ്യമാണ്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1-14 സമാനമായ ബൈബിൾ ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരമായി വരുന്നത് 2 കൊറിന്ത്യസ് 1-22 വാക്യമാണ്. അടുത്ത 156 ചോദ്യമാണ്. വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? ഉത്തരം മഹത്വത്തിന്റെ സമൃദ്ധിയാണ്. അടുത്ത 157 ചോദ്യമാണ്. എല്ലാത്തിനും മുകളിൽ അവനെ തലവനായി നിയമിച്ചത് എവിടെ? ഉത്തരം സഭയിലാണ്. അടുത്ത് 158 ചോദ്യമാണ്. സഭ ക്രിസ്തുവിന്റെ എന്താണ്? ഉത്തരം ശരീരമാണ്. അടുത്ത് 159 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 22 വാക്യങ്ങൾ. അടുത്ത് 160 ചോദ്യം. നമ്മൾ മരിച്ചവരായിരുന്നു എങ്ങനെയെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം പാപം വഴിയാണ്. അടുത്ത 161 ചോദ്യം. എന്തു വഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ഉത്തരം വിശ്വാസം വഴിയാണ്. അടുത്ത 162 ചോദ്യം. അത് ഡാഷുകളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് പ്രവൃത്തികളുടെ. അടുത്ത 163 ചോദ്യമാണ്. ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി നാം ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്? ഉത്തരമായി വരുന്നത് യേശു ക്രിസ്തുവിൽ. അടുത്ത 164 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ ശീർഷകം എന്താണ്? 2-ാമത്തെ ശീർഷകം. ഉത്തരമായി വരുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. അടുത്ത 165 ചോദ്യമാണ്. അപരിചിതരായ നിങ്ങൾ അന്ന് ആരെ അറിയാത്തവരായിരുന്നു? ഉത്തരം ക്രിസ്തുവിനെയാണ്. അടുത്ത 166 ചോദ്യമാണ്. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ആരുടെ രക്തം വഴിയാണ് സമീപസ്ഥരായത്? ഉത്തരം യേശു ക്രിസ്തുവിന്റെയാണ്. അടുത്ത 167 ചോദ്യമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ ഡാഷ് തകർക്കുകയും ചെയ്തു. ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് മതിലുകളാണ്. അടുത്ത 168 ചോദ്യമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആരാണ്? ഉത്തരമായി വരുന്നത് ക്രിസ്തുവാണ്. അടുത്ത 169 ചോദ്യമാണ്. വിജാതിയുടെ അപ്പോസ്തലൻ ആരാണ്? ഉത്തരം വിശുദ്ധ പൗലോസ് ആണ്. അടുത്ത 170 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് വിജാതിയർക്കായി എന്ത് കൈകാര്യം ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ദൈവകൃപയാണ്. അടുത്ത 171 ചോദ്യമാണ്. ആരുടെ രഹസ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ശ്ലീഹയ്ക്ക് ലഭിച്ചത്? ചോദ്യം നമ്മൾ വായിക്കാം. ആരുടെ രഹസ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ശ്ലീഹയ്ക്ക് ലഭിച്ചത്? ഉത്തരം ക്രിസ്തുവിന്റെയാണ്. അടുത്ത 172 ചോദ്യമാണ്. ക്രിസ്തുവിന്റെ രഹസ്യം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് ആരിലൂടെ? ഉത്തരമായി വരുന്നത് പരിശുദ്ധാത്മാവിനാണ്. അടുത്ത 173 ചോദ്യമാണ്. സകലത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം ദൈവമാണ്. അടുത്ത 174 ചോദ്യമാണ്. അവനിലുള്ള, അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആരെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്? ഉത്തരമായി വരുന്നത് ദൈവത്തെയാണ്. അടുത്ത 175 ചോദ്യമാണ്. പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരമായി വരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അടുത്ത 176 ചോദ്യമാണ്. നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഉത്തരമായി വരുന്നത് തന്റെ ആത്മാവിലൂടെ. അടുത്ത 177 ചോദ്യമാണ്. ആരുടെ അറിവിനെ അതിശയിപ്പിക്കുന്ന സ്നേഹമാണ് ഗ്രഹിക്കേണ്ടത്? ഉത്തരം ക്രിസ്തുവിന്റെ. അടുത്ത 178 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം ലേഖനം അധ്യായം അവസാനിപ്പിക്കുന്നത് ഏത് വാക്കുകൊണ്ടാണ്? ഉത്തരമായി വരുന്നത് ആമേനാണ്. അടുത്ത 179 ചോദ്യമാണ്. എന്തിന്റെ ബന്ധത്തിലാണ് ആത്മാവിന്റെ ഐക്യം നിലനിർത്തേണ്ടത്? ഉത്തരം സമാധാനത്തിന്റെ ബന്ധത്തിൽ. അടുത്ത 180 ചോദ്യമാണ്. സകലത്തിനും ഉപരി ഉള്ളവനും അതിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും ആരാണ്?
ഉത്തരം പിതാവായ ദൈവം. അടുത്ത 181 ചോദ്യമാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള എങ്ങനെയുള്ള ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്? ഉത്തരം പൂർണ്ണ ജ്ഞാനമാണ്. അടുത്ത് 182 ചോദ്യമാണ്, തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശം നൽകുന്നത് ആരാണ്? ഉത്തരമായി വരുന്നത് മനുഷ്യനാണ്. അടുത്ത 183 ചോദ്യം, ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എങ്ങനെയാണ്? ഉത്തരം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. അടുത്ത 184 ചോദ്യമാണ്, മനസ്സിന്റെ ചൈതന്യത്തിൽ എന്ത് ചെയ്യപ്പെടണം? ഉത്തരം നവീകരിക്കപ്പെടണം. അടുത്ത 185 ചോദ്യമാണ്, തങ്ങളുടെ അയൽക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഉത്തരമായി വരുന്നത് വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കുക. അടുത്ത 186 ചോദ്യമാണ്, നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടു പോകരുത്? ഉത്തരമായി വരുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അടുത്ത 187 ചോദ്യമാണ്, മോഷ്ടാവ് ഇനിമേൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉത്തരം മോഷ്ടിക്കാൻ പാടില്ല. അടുത്ത 188 ചോദ്യമാണ്, ആരെപ്പോലെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടത്? ഉത്തരമായി വരുന്നത് വത്സല മക്കളെ പോലെയാണ്. അടുത്ത 189 ചോദ്യമാണ്, നമുക്ക് ഉചിതമായത് എന്ത്? ഉത്തരമായി വരുന്നത് കൃതജ്ഞതാ സ്തോത്രമാണ്. അടുത്ത് 190 ചോദ്യമാണ്, നമ്മെ ആരും എങ്ങനെ വഞ്ചിക്കാനാണ് പാടില്ലാത്തത്? ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. അടുത്ത് 191 ചോദ്യമാണ്, ദൈവത്തിന്റെ ക്രോധം ആരുടെ മേൽ നിപതിക്കും? ഉത്തരം അനുസരണയില്ലാത്ത മക്കളുടെ മേൽ. അടുത്ത 192 ചോദ്യം, സകല തിന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? ഉത്തരം പ്രകാശത്തിന്റെ ഫലമാണ്. അടുത്ത 193 ചോദ്യമാണ്, എന്തിനു വേണ്ടിയാണ് ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവനിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? ഉത്തരം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാൻ വേണ്ടി. അടുത്ത 194 ചോദ്യമാണ്, ഇപ്പോൾ എന്തിന്റെ ദിനങ്ങളാണ്? ഉത്തരം തിന്മയുടെയാണ്. അടുത്ത 195 ചോദ്യമാണ്, എന്താണ് നാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തേണ്ടത്? ഉത്തരം സമയമാണ്. അടുത്ത 196 ചോദ്യമാണ്, ഭാര്യമാർ ആരിലെന്ന പോലെയാണ് ഭർത്താക്കന്മാർക്ക് വിധേയരാകേണ്ടത്? ഉത്തരം കർത്താവിനെന്ന പോലെയാണ്. അടുത്ത 197 ചോദ്യം, നിങ്ങളിൽ ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് ഭാര്യ സ്നേഹിക്കേണ്ടത്? ഉത്തരം തന്നെ പോലെ തന്നെയാണ്. അടുത്ത 198 ചോദ്യം, ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യണം? ഉത്തരം ബഹുമാനിക്കണം. അടുത്ത 199 ചോദ്യമാണ്, കുട്ടികളോട് കർത്താവിൽ ആരെ അനുസരിക്കാനാണ് പറയുന്നത്? ഉത്തരം മാതാപിതാക്കളെ. അടുത്ത 200 ചോദ്യമാണ്, മാതാവിനെ പിതാവിനെ ബഹുമാനിച്ചാൽ എന്ത് ലഭിക്കും? ഉത്തരമായി വരുന്നത് നന്മ കൈവരികയും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്യും. അടുത്ത 201 ചോദ്യമാണ്, ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെയാണ്? ഉത്തരമായി വരുന്നത് പട്ടണവാതിക്കലാണ്. അടുത്ത 202 ചോദ്യം, ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിപ്പിച്ചത് ആര്? ഉത്തരം ദലീലയാണ്. അടുത്ത 203 ചോദ്യം, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു, ആരുടെ വാക്കുകളാണിവ? ഉത്തരം ദലീലയുടെയാണ്. അടുത്ത 204 ചോദ്യമാണ്, നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് ദലീല 2ാം പ്രാവശ്യം സാംസണോട് പറയുന്നത് ബൈബിളിലെ ഏത് അധ്യായം എത്രാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു? ഉത്തരം ന്യായാധിപന്മാർ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ. അടുത്ത് 205 ചോദ്യമാണ്, അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ആരാണ് രഹസ്യം തുറന്നു പറഞ്ഞത്? ഉത്തരമായി വരുന്നത് സാംസൺ ആണ്. അടുത്ത് 206 ചോദ്യമാണ്, സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? ഉത്തരം ഫിലിസ്ത്യരാണ്. അടുത്ത് 207 ചോദ്യമാണ്, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആരായിരുന്നു? ഉത്തരം ദാഗോനാണ്. അടുത്ത 208 ചോദ്യമാണ്, കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസനെ അവർ നിർത്തിയത് എവിടെയാണ്? ഉത്തരമായി വരുന്നത് തൂണുകളുടെ ഇടയിലാണ്. 209 ചോദ്യം, സാംസൺ ഇസ്രായേലിലെ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഉത്തരം 20 വർഷമാണ്. അടുത്ത 210 ചോദ്യം, മിക്ക ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിലെയാണ്. അടുത്ത 211 ചോദ്യമാണ്, പ്രവാചകൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരമായി വരുന്നത് ജെറുസലേമിലെ എലെയാസാറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശു.
ജ്ഞാനത്തിന്റെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും അവ അനുവർത്തിക്കുന്നവൻ എന്തുപോലെയാകും? ഉത്തരമായി വരുന്നത് എല്ലാത്തിനും കഴിവുള്ളവനാകും. അടുത്ത 213 ചോദ്യമാണ്. യൂദാവംശനായ ലേവ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം യൂദായിലെ ബത്ലഹേമിലാണ്. അടുത്ത 214 ചോദ്യമാണ്. അക്കാലത്ത് ആരാണ് അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിച്ച് നടന്നത്? ഉത്തരം ദാൻ ഗോത്രക്കാരാണ്. അടുത്ത 215 ചോദ്യമാണ്. സോറായിൽ നിന്നും എസ്താവിൽ നിന്നും കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? ഉത്തരമായി വരുന്നത് 5 പേരെയാണ്. അടുത്ത 216 ചോദ്യമാണ്. സെറുബാബേലിന്റെ മഹത്വം എന്തുപോലെ ആയിരുന്നു? ഉത്തരമായി വരുന്നത് വലതു കൈയിലെ മുദ്രമോതിരം. അടുത്ത് 217 ചോദ്യമാണ്. നീതിമാർഗത്തിൽ ചരിക്കുന്നവർക്ക് ദൈവം എന്തു ചെയ്തു? ഉത്തരമായി വരുന്നത് നന്മ ചെയ്തു. അടുത്ത 218 ചോദ്യമാണ്. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവർ എന്താണ് നിരസിച്ചത്? ഉത്തരമായി വരുന്നത് അത്യുന്നതന്റെ നിയമം. അടുത്ത് 219 ചോദ്യമാണ്. അവർക്ക് ഒന്നിനും ഡാഷ് അവർ ഡാഷ് ആയിരുന്നു. അപ്പോൾ 2 ഡാഷ് ആണ് ചോദിക്കുന്നത്, പൂരിപ്പിക്കാനാണ്. ഉത്തരമായി വരുന്നത് കുറവില്ലായിരുന്നു, സമ്പന്നരാണ്. ഞാൻ ചേർത്ത് വായിച്ചുതരാം. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. അടുത്ത 220 ചോദ്യമാണ്. എങ്ങനെയുള്ള ജനത്തെയാണ് കണ്ടുമുട്ടുക എന്നാണ് അവർ പറയുന്നത്? ഉത്തരം ശങ്കയില്ലാത്തയാണ്. അടുത്ത 221 ചോദ്യം. സോറായിലും എഷ്താവിലും നിന്ന് ആരാണ് പുറപ്പെട്ടത്? ഉത്തരം ആയുധധാരികളാണ്. അടുത്ത 222 ചോദ്യം. കിര്യാത്ത് യമാറിന് ഏത് ഭാഗത്താണ് മഹാനേതൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പടിഞ്ഞാറാണ്. അടുത്ത് 223 ചോദ്യമാണ്. അവർ ആരുടെ ഭവനത്തിൽ പോയി എന്നാണ് ന്യായാധിപന്മാർ 18:15 പറയുന്നത്? ഉത്തരം മിക്കായുടെയാണ്. അടുത്ത് 224 ചോദ്യമാണ്. ആയുധധാരികളായ 600 പേരോടൊപ്പം പടിവാതിക്കൽ നിന്നത് ആരായിരുന്നു? ഉത്തരം പുരോഹിതനാണ്. അടുത്ത് 225 ചോദ്യമാണ്. നീ ഞങ്ങളോട് എന്തൊക്കെ ആയിരിക്കുക എന്നാണ് അവർ പുരോഹിതനോട് പറഞ്ഞത്? ഉത്തരമായി വരുന്നത് പിതാവും പുരോഹിതനുമാവുക. അടുത്ത് 226 ചോദ്യമാണ്. അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്നത് ആരാണ്? ഉത്തരം മിക്കയാണ്. അടുത്ത് 227 ചോദ്യമാണ്. എവിടെയുള്ള ജനങ്ങളാണ് ശങ്കയില്ലാത്തവരും ശാന്തരുമായെന്ന് പറയുന്നത്? ഉത്തരം ലായിഷിലെ ജനങ്ങളാണ്. അടുത്ത് 228 ചോദ്യമാണ്. മിക്ക ഉണ്ടാക്കിയ എന്തിനെ കൈവശമാക്കിയെന്നാണ് പറയുന്നത്? ഉത്തരമായി വരുന്നത് ദേവന്മാരെ. അടുത്ത 229 ചോദ്യമാണ്. മോശയുടെ പുത്രൻ ആരാണ്? ഉത്തരം ഗർശോമാണ്. അടുത്ത് 230 ചോദ്യം. ദൈവത്തിന്റെ ആലയം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ശിലോയിലാണ്. അടുത്ത് 231 ചോദ്യമാണ്. ഇസ്രായേലിൽ എന്തില്ലാതിരുന്ന കാലത്താണ് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ഒരു ലേവ്യൻ വന്ന് താമസിച്ചത്? ഉത്തരം രാജവാഴ്ചയാണ്. അടുത്ത് 232 ചോദ്യമാണ്. ന്യായാധിപൻ 19:9 ആരൊക്കെ പോകാൻ തയ്യാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും. അടുത്ത് 233 ചോദ്യം പൂരിപ്പിക്കുകയാണ്. ഇവിടെ താമസിച്ച് ഡാഷ്. ആ ഡാഷ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ആഹ്ലാദിക്കുക. അടുത്ത 234 ചോദ്യമാണ്. ജെറുസലേമിന്റെ പഴയ പേരെന്ത്? ഉത്തരം ജബൂസ് ആണ്. അടുത്ത 235 ചോദ്യമാണ്. അവർ ഗിബെയയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം സൂര്യൻ അസ്തമിച്ചു. അടുത്ത 236 ചോദ്യമാണ്. എഫ്രൈം മലനാട്ടുകാരനായ വൃദ്ധൻ എവിടെ വന്ന് താമസിക്കുകയായിരുന്നു? ഉത്തരം ഗിബെയയിലാണ്. അടുത്ത 237 ചോദ്യമാണ്. പൂരിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഈ ഡാഷ് ചെയ്യരുത്. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് തിന്മയാണ്. അടുത്ത 238 ചോദ്യമാണ്. ന്യായാധിപൻ 19:26 ലേവ്യന്റെ ഉപനാരിക്ക് കൊടുക്കുന്ന സംബോധന എന്താണ്? ഉത്തരം സ്ത്രീ എന്നാണ്. അടുത്ത 239 ചോദ്യമാണ്. ഇതേപ്പറ്റി എന്ത് തീരുമാനമെടുക്കാനാണ് ന്യായാധിപൻ 19:30 പറയുന്നത്? ഉത്തരം ആലോചിച്ച് തീരുമാനിക്കുവാനാണ്. അടുത്ത 240 ചോദ്യം. ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായത് ആരല്ല? ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. അടുത്ത 241 ചോദ്യമാണ്. ഗിബെയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു? ഉത്തരം 700. അടുത്ത് 242 ചോദ്യമാണ്. ന്യായാധിപന്മാർ 20:18 അനുസരിച്ച്
ഇസ്രായേൽ ജനം എവിടെ എത്തി? ഉത്തരം ബഥേലിൽ. അടുത്ത 243 ചോദ്യമാണ്, ഇസ്രായേൽ ജനം ആരുടെ ഹിതം ആരാഞ്ഞു? ഉത്തരം കർത്താവിന്റെ. അടുത്ത 244 ചോദ്യം, ഫിനാഹാസിന്റെ പിതാവാര്? ഉത്തരം എലേസർ ആണ്. അടുത്ത് 245 ചോദ്യമാണ്, പൂരിപ്പിക്കുകയാണ്. ഡാഷ് പടിഞ്ഞാറ് പതിയിരുന്ന ഇസ്രായേലരും ഓടിക്കൂടി. അപ്പൊ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ഗേബായ്ക്ക്. അത് കറക്റ്റായിട്ട് വായിച്ചുതരാം. ഗേബായ്ക്ക് പടിഞ്ഞാറ് പതിയിരുന്ന ഇസ്രായേലരും ഓടിക്കൂടി. അടുത്ത 246 ചോദ്യമാണ്, പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവർ കണ്ടതെന്ത്? ഉത്തരമായി വരുന്നത് അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. അടുത്ത 247 ചോദ്യമാണ്, ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര പേർ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ഉത്തരം 600 ആണ്. അടുത്ത 248 ചോദ്യമാണ്, കർത്താവിന്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഡാഷ് ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. അപ്പൊ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ഗോത്രമാണ്. കർത്താവിന്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. അടുത്ത 249 ചോദ്യമാണ്, യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു? ഉത്തരമായി വരുന്നത് 400 ആണ്. അടുത്ത 250 ചോദ്യമാണ്, ബഥേലിന് വടക്ക് ബഥേലിൽ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്ക് ലബോനയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ വർഷം തോറും ആഘോഷിക്കാറുള്ളത് എന്താണ്? ഉത്തരമായി വരുന്നത് കർത്താവിന്റെ ഉത്സവമാണ്. അടുത്ത 251 ചോദ്യമാണ്, ഒലിവ് മലക്കരികിലുള്ള 2 സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ബേത്ഫേഗയും ബഥാനിയയുമാണ്. അടുത്ത 252 ചോദ്യമാണ്, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19:30 പറയുന്ന കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ഉത്തരമായി വരുന്നത് ആരും അതിൽ കയറിയിട്ടില്ല. അടുത്ത 253 ചോദ്യമാണ്, ലൂക്ക 19:38 സമാനമായ ബൈബിൾ ഭാഗം ഏത്? ഉത്തരമായി വരുന്നത് സങ്കീർത്തനം 118:26 ആണ്. അടുത്ത് 254 ചോദ്യമാണ്, ഏത് പട്ടണത്തിൽ വെച്ചാണ് യേശു കഴുതയുടെ പുറത്ത് കയറിയത്? ഉത്തരം ജെറുസലേമാണ്. അടുത്ത് 255 ചോദ്യമാണ്, ആർക്ക് കടന്നു പോകാനാണ് വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചത്? ഉത്തരം യേശുവിന്. അടുത്ത 256 ചോദ്യമാണ്, ജെറുസലേം പട്ടണത്തെ ഓർത്ത് വിലപിച്ചത് ആര്? ഉത്തരം യേശുവാണ്. അടുത്ത 257 ചോദ്യമാണ്, കവർച്ചക്കാരുടെ ഗുഹ എന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഉത്തരം ജെറുസലേം ദേവാലയത്തെയാണ്. അടുത്ത 258 ചോദ്യമാണ്, ലൂക്ക 19 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48 ആണ്. അടുത്ത 259 ചോദ്യമാണ്, ലൂക്കാ സുവിശേഷം 20 തലക്കെട്ട് എന്താണ്? ഉത്തരമായി വരുന്നത് യേശുവിന്റെ അധികാരമാണ്. അടുത്ത 260 ചോദ്യമാണ്, ഡാഷ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളും പറയുന്നില്ല, പൂരിപ്പിക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് എന്ത് അധികാരത്തിലാണ്? ഞാൻ ഒറ്റയിൽ വായിച്ചുതരാം. എന്ത് അധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അടുത്ത 261 ചോദ്യമാണ്, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും പ്രതിപാദിക്കുന്ന സുവിശേഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മറ്റൊരു സുവിശേഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം യോഹന്നാനാണ്. അടുത്ത 262 ചോദ്യമാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യേശുവാണ്. അടുത്ത 263 ചോദ്യമാണ്, ആരുടെ രൂപവും ലിഖിതവുമാണ് ധനാറയിൽ ഉള്ളത്? ഉത്തരം സീസറിന്റെയാണ്. അടുത്ത 264 ചോദ്യം, ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ മോശ എന്ത് ചെയ്യാനാണ് കൽപ്പിച്ചത്? ഉത്തരമായി വരുന്നത് സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം. അടുത്ത 265 ചോദ്യമാണ്, ലൂക്ക 20:38 ബൈബിൾ വാക്യം എഴുതുക. ഉത്തരമായിട്ട് വരുന്നത് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്, അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അടുത്ത 266 ചോദ്യമാണ്, ആരാണ് നീല മേലങ്കികൾ ധരിച്ച് നടക്കുന്നത്? ഉത്തരമായി വരുന്നത് നിയമജ്ഞരാണ്. അടുത്ത 267 ചോദ്യമാണ്, നിയമജ്ഞരുടെ കപട ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷമുള്ള ബൈബിൾ ഭാഗം ഏതാണ്? ഉത്തരം വിധവയുടെ കാണിക്കയാണ്. അടുത്ത 268 ചോദ്യമാണ്, ചില ആളുകൾ ദേവാലയത്തെ പറ്റി എന്തുകൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്? ഉത്തരം വിലയേറിയ കല്ലുകളാലും
കാണിക്ക വസ്തുക്കളാലും. അടുത്ത് 269 ചോദ്യമാണ്. അവർ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലം ഉയർത്തും. അധ്യായവും വാക്യവും എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായി വരുന്നത് ലൂക്ക 21 10 വാക്യമാണ്. അടുത്ത 270 ചോദ്യമാണ്. ആരൊക്കെയാണ് നിങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നത്? ഉത്തരമായി വരുന്നത് മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ. അടുത്ത് 271 ചോദ്യമാണ്. പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ജനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഉത്തരമായി വരുന്നത് വാളിന്റെ വായ്ത്തല ഏറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. അടുത്ത 272 ചോദ്യമാണ്. വിശുദ്ധ ലൂക്ക 21 25 വാക്യത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയെല്ലാം എന്നാണ് പറയുന്നത്? ഉത്തരമായി വരുന്നത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. അടുത്ത് 273 ചോദ്യമാണ്. വേനൽക്കാലം അടുക്കാറായി എന്നതിനുള്ള സൂചന എന്താണ്? ഉത്തരമായി വരുന്നത് അത്തിമരം തിളിർക്കും. അടുത്ത് 274 ചോദ്യമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നറിയപ്പെടുന്ന പേര്? ഉത്തരം പെസഹയാണ്. അടുത്ത് 275 ചോദ്യമാണ്. പെസഹ ഒരുക്കാൻ യേശു ആരെയൊക്കെയാണ് അയച്ചത്? ഉത്തരമായി വരുന്നത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. അടുത്ത് 276 ചോദ്യമാണ്. യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരമായി വരുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അടുത്ത 277 ചോദ്യമാണ്. ആർക്കാണ് ദുരിതമെന്ന് ലൂക്ക 22:22 പറയുന്നത്? ഉത്തരമായി വരുന്നത് ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. അടുത്ത 278 ചോദ്യമാണ്. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി കാണുന്നത് ആരാണ്? ഉത്തരം വിജാതിയരാണ്. അടുത്ത് 279 ചോദ്യം. ഇസ്രായേലിലെ എത്ര ഗോത്രങ്ങളെ ശിഷ്യന്മാർ വിധിക്കണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരമായി വരുന്നത് 12 ആണ്. അടുത്ത് 280 ചോദ്യമാണ്. ശിമയോനെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ആരാണ്? ഉത്തരം സാത്താനാണ്. അടുത്ത് 281 ചോദ്യമാണ്. ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഡാഷ്. അപ്പോൾ പൂരിപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത് ആ ഡാഷ് എന്തെന്നാണ്? ഉത്തരമായി വരുന്നത് ഭാണ്ഡവും. ഓക്കെ. അടുത്ത് 282 ചോദ്യമാണ്. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരമായി വരുന്നത് ഒലിവുമലയിൽ വെച്ചാണ്. അടുത്ത് 283 ചോദ്യമാണ്. യേശുവിനെ ശക്തിപ്പെടുത്താൻ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. അടുത്ത് 284 ചോദ്യമാണ്. യേശുവിനെ ചുംബിക്കാൻ യൂദാസ് മുന്നോട്ട് വന്നപ്പോൾ യേശു എന്താണ് ചോദിച്ചത്? ഉത്തരമായിട്ട് വരുന്നത് യൂദാസെ, ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്. അടുത്ത് 285 ചോദ്യമാണ്. ആരൊക്കെയാണ് യേശുവിനെതിരായി അവനെ പിടിക്കാൻ വന്നത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരാണ്. അടുത്ത് 286 ചോദ്യമാണ്. ജനക്കൂട്ടം യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാന ആചാര്യന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അടുത്ത് 287 ചോദ്യമാണ്. എപ്പോഴാണ് കോഴി കൂവിയത്? ഉത്തരം മൂന്നാമത്തെ പ്രാവശ്യം യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. അടുത്ത് 288 ചോദ്യമാണ്. ആരാണ് യേശുവിനെ അധിക്ഷേപിച്ചത്? ആരാണ് യേശുവിനെ അധിക്ഷേപിച്ചതെന്നാണ്? ഉത്തരമായി വരുന്നത് യേശുവിനെ കാവൽ നിന്നിരുന്നവരാണ്. അടുത്ത് 289 ചോദ്യമാണ്. എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത്? ഉത്തരം പ്രഭാതമായപ്പോഴാണ്. അടുത്ത 290 ചോദ്യമാണ്. യേശുവിനെ ന്യായാധിപന സംഘത്തിന് മുമ്പാകെ കൊണ്ടുവരുന്ന ലൂക്കായുടെ അധ്യായവും വാക്യവും ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് വിശുദ്ധ ലൂക്ക 22 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ്. അടുത്ത് 291 ചോദ്യമാണ്. യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ യേശു എന്ത് നിരോധിച്ചു എന്നാണ് പറഞ്ഞത്? ഉത്തരമായി വരുന്നത് സീസറിന് നികുതി കൊടുക്കുന്നത്. അടുത്ത 292 ചോദ്യമാണ്. യേശു ആരുടെ അധികാര പരിധിയിൽപ്പെട്ട ആളായിരുന്നു? ഉത്തരം ഹെറോദോസിന്റെയാണ്. അടുത്ത 293 ചോദ്യമാണ്. ഹെറോദോസ് യേശുവിനെ എന്ത് ധരിപ്പിച്ചാണ് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? ഉത്തരം പകിട്ടേറിയ വസ്ത്രമാണ്. അടുത്ത 294 ചോദ്യമാണ്. യേശു മരണശിക്ഷ അർഹിക്കുന്ന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ട പീലാത്തോസ് ആദ്യം യേശുവിനെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഉത്തരമായി വരുന്നത് ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും.
അടുത്ത 295 ചോദ്യമാണ്, ബറാബാസ് ആരായിരുന്നു? ഉത്തരമായി വരുന്നത് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനെന്നാണ്. അടുത്ത 296 ചോദ്യമാണ്, വന്ധ്യകൾക്കും ഡാഷ് ഉദരങ്ങൾക്കും ഡാഷ് മുലകൾക്കും ഭാഗ്യം. ഇപ്പോൾ 2 ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായി വരുന്നത് പ്രസവിക്കാത്തതും പാലൂട്ടാത്തതും. അടുത്ത 297 ചോദ്യമാണ്, യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ ലൂക്കയിലെ വാക്യം എഴുതുക. ഉത്തരമായിട്ട് വരുന്നത് വിശുദ്ധ ലൂക്ക 23 34 വാക്യമാണ്. അടുത്ത 298 ചോദ്യമാണ്, അവർ തുടർന്നു, യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരമായി വരുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23 42 വാക്യമാണ്. അടുത്ത 299 ചോദ്യമാണ്, അരിമത്യയിൽ നിന്ന് വന്ന ജോസഫ് എന്ത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു? ഉത്തരം ദൈവരാജ്യമാണ്. അടുത്ത് 300 ചോദ്യമാണ്, ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൺ അകലെയാണ് എമ്മാവൂസ്? ഉത്തരം 60. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്ന് യേശു ആരോട് പറഞ്ഞു? ഉത്തരം ശിഷ്യരോട്. അടുത്ത 302 ചോദ്യം, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അടുത്ത 303 ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്? ഉത്തരം ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. അടുത്ത 304 ചോദ്യമാണ്, ദിവസത്തിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 7 പ്രാവശ്യം. അടുത്ത 305 ചോദ്യമാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം അപ്പോസ്തലന്മാരാണ്. അടുത്ത 306 ചോദ്യമാണ്, എങ്ങോട്ടുള്ള യാത്രയിലാണ് യേശു സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നുപോയത്? ഉത്തരമായി വരുന്നത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. അടുത്ത 307 ചോദ്യമാണ്, എത്ര കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത്? ഉത്തരം 10. അടുത്ത 308 ചോദ്യമാണ്, കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചത് എന്ത്? ഉത്തരം യേശുവേ ഗുരു. അടുത്ത 309 ചോദ്യമാണ്, ആർക്കാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയത്? ഉത്തരം വിജാതീയന്. അടുത്ത 310 ചോദ്യമാണ്, ദൈവരാജ്യം എവിടെയുണ്ട്? ഉത്തരമായി വരുന്നത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അടുത്ത 311 ചോദ്യമാണ്, ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ഉണ്ടാകും? ഉത്തരം നോഹയുടെ ദിവസങ്ങളിൽ. അടുത്ത 312 ചോദ്യമാണ്, ലൂക്ക 17:27 പ്രകാരം പെട്ടകത്തിൽ പ്രവേശിച്ചത് ആരാണ്? ഉത്തരമായി വരുന്നത് നോഹയാണ്. അടുത്ത 313 ചോദ്യമാണ്, ലോത്തിന്റെ നാളുകളിൽ തീയും ഗന്ധവും പെയ്യിച്ച് നശിക്കപ്പെട്ട പട്ടണം ഏത്? ചോദ്യം നമ്മൾ വായിക്കാം. ലോത്തിന്റെ നാളുകളിൽ തീയും ഗന്ധകവും പെയ്യിപ്പിച്ച് നശിപ്പിക്കപ്പെട്ട പട്ടണം ഏതെന്നാണ്? ഉത്തരം സോദോമാണ്. അടുത്ത 314 ചോദ്യം പൂരിപ്പിക്കുകയാണ്, ഡാഷ് എവിടെയോ അവിടെ ഡാഷ് വന്നു കൂടും. ഉത്തരമായി വരുന്നത് ശവവും കഴുകന്മാരും. അത് ഞാൻ ചേർത്ത് വായിച്ചുതരാം. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു കൂടും. അടുത്ത 315 ചോദ്യമാണ്, വിശുദ്ധ ലൂക്ക 18 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 43 ആണ്. അടുത്ത 316 ചോദ്യമാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചത് ആരാണ്? ഉത്തരം ന്യായാധിപനാണ്. അടുത്ത 317 ചോദ്യമാണ്, നീതിരഹിതനായ ഡാഷ് പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ന്യായാധിപനാണ്. അടുത്ത 318 ചോദ്യമാണ്, ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം നീതിയാണ്. അടുത്ത് 319 ചോദ്യമാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം വിശ്വാസം. അടുത്ത 320 ചോദ്യമാണ്, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആരാണ്? ഉത്തരമായി വരുന്നത് ഫരിസേയനാണ്. അടുത്ത 321 ചോദ്യമാണ്, ഫരിസേയൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം 2 പ്രാവശ്യം. അടുത്ത 322 ചോദ്യമാണ്, ചുങ്കക്കാരൻ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്? ഉത്തരമായി വരുന്നത് ദൂരെ നിന്ന്. അടുത്ത 323 ചോദ്യം, ശിശുക്കളെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു?
ഉത്തരം കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. അടുത്ത 324 ചോദ്യമാണ്, ശിശുവിനെ പോലെ ഡാഷ് സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ദൈവരാജ്യമാണ്. അടുത്ത 325 ചോദ്യമാണ്, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. എന്താണ് പാലിച്ചത്? ഉത്തരമായി വരുന്നത് പ്രമാണങ്ങളാണ്. അടുത്ത 326 ചോദ്യമാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരമായി വരുന്നത് സ്വർഗത്തിലാണ്. അടുത്ത 327 ചോദ്യമാണ്, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളത് എന്താണ്? ഉത്തരമായി വരുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത്. അടുത്ത 328 ചോദ്യമാണ്, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഉത്തരം പത്രോസിന്റെ വാക്കുകളാണ്. അടുത്ത 329 ചോദ്യമാണ്, മനുഷ്യപുത്രനെ പറ്റി ഡാഷ് വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് പ്രവാചകന്മാരാണ്. അടുത്ത 330 ചോദ്യമാണ്, ലൂക്ക 18:31 സമാനമായ മറ്റൊരു വചനഭാഗങ്ങൾ ഏത്? ഉത്തരമായി വരുന്നത് ലൂക്ക 9:21-27 വരെയും 43-45 വരെയും 17-ാം അധ്യായം 25-ാം വാക്യവുമാണ്. അടുത്ത 331 ചോദ്യമാണ്, മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം വിജാതീയരാണ്. അടുത്ത 332 ചോദ്യമാണ്, പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തിന്റെയും പ്രവചനത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരമായി വരുന്നത് ജെറീക്കോയിലേക്കാണ് പോയത്. അടുത്ത 333 ചോദ്യമാണ്, യേശു അന്ധന് കാഴ്ച നൽകിയത് ഏത് പട്ടണത്തിൽ വെച്ചാണ്? ഉത്തരം ജെറീക്കോ പട്ടണത്തിൽ വെച്ചാണ്. അടുത്ത 334 ചോദ്യം, യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ കുരുടൻ എന്തു ചെയ്തു? ഉത്തരമായി വരുന്നത് ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത 335 ചോദ്യമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ കുരുടൻ യേശുവിനെ വിളിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരമായി വരുന്നത് കർത്താവേ. അടുത്ത 336 ചോദ്യമാണ്, കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയത് കണ്ടവർ എന്തു ചെയ്തു? ഉത്തരം ദൈവത്തെ സ്തുതിച്ചു. 337 ചോദ്യമാണ്, ലൂക്ക 19-ാം അധ്യായത്തിലെ ആദ്യ വാക്യത്തിൽ പറയുന്ന പട്ടണത്തിന്റെ പേരെന്ത്? ഉത്തരമായി വരുന്നത് ജെറീക്കോയാണ്. അത് 338 ചോദ്യമാണ്, സക്കേവൂസ് ആരായിരുന്നു? ഉത്തരമായി വരുന്നത് ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അടുത്ത 339 ചോദ്യമാണ്, സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേരെന്ത്? ഉത്തരം സിക്കമൂറാണ്. അടുത്ത 340 ചോദ്യമാണ്, പൂരിപ്പിക്കുകയാണ്, ഇതാ എന്റെ സ്വത്തിൽ ഡാഷ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് പകുതിയാണ്. ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അടുത്ത 341 ചോദ്യമാണ്, സക്കേവൂസ് ആരുടെ പുത്രൻ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരമായി വരുന്നത് അബ്രഹാമിന്റെ. അടുത്ത 342 ചോദ്യമാണ്, ഇന്ന് ഈ ഭവനത്തിന് ഡാഷ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് രക്ഷയാണ്. അടുത്ത 343 ചോദ്യമാണ്, വീണ്ടും പൂരിപ്പിക്കുകയാണ്, ഡാഷ് കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ. അടുത്ത 344 ചോദ്യമാണ്, വിശുദ്ധ ലൂക്ക 19:32 സമാനമായ ബൈബിൾ വാക്യം ഏത്? ഉത്തരമായി വരുന്നത് സങ്കീർത്തനം 118-26. അടുത്ത 345 ചോദ്യമാണ്, പൂരിപ്പിക്കുകയാണ്, അവൻ ഭൃത്യന്മാരിൽ ഡാഷ് പേരെ വിളിച്ചു, ഡാഷ് നാണയം അവരെ ഏൽപ്പിച്ചു. ഉത്തരമായി വരുന്നത് 10 പേരെ 10 നാണയം. ചോദ്യത്തിനുള്ള ഉത്തരം ഒരുമിച്ച് വായിച്ചുതരാം. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ചു, 10 നാണയം അവരെ ഏൽപ്പിച്ചു. അടുത്ത 346 ചോദ്യമാണ്, യജമാനനെ നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. ബൈബിൾ വാക്യം ഏതെന്നാണ്? ഉത്തരം വിശുദ്ധ ലൂക്ക 19-ാം അധ്യായം 18-ാം വാക്യമാണ്. അടുത്ത 347 ചോദ്യമാണ്, യജമാനനെ ഞാൻ ഡാഷ് സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ നാണയം ഇതാ. അപ്പോൾ ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് തുണിയിൽ പൊതിഞ്ഞ. അടുത്ത 348 ചോദ്യമാണ്, നിന്റെ വാക്കുകൊണ്ട് നിന്നെ തന്നെ ഞാൻ വിധിക്കും. ബൈബിൾ വാക്യം ഏത്? വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 22-ാം വാക്യമാണ്. അടുത്ത 349 ചോദ്യമാണ്,
ദുഷ്ടകൃത്യൻ ഏത് ഉപമയിലെ കഥാപാത്രമാണ്? ഉത്തരമായി വരുന്നത് 10 നാണയത്തിന്റെ ഉപമയിലെയാണ്. അടുത്ത 350 ചോദ്യമാണ്. 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരമായി വരുന്നത് ജെറുസലേമിലേക്കാണ് പോയത്. അടുത്ത 351 ചോദ്യമാണ്. വാഗ്ദാനത്തോട് കൂടിയ ആദ്യ കൽപ്പന എന്താണ്? ഉത്തരമായി വരുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അടുത്ത 352 ചോദ്യമാണ്. പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ ഡാഷ് ഉളവാക്കരുത്. അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് കോപമാണ്. അടുത്ത 353 ചോദ്യമാണ്. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? ഉത്തരമായിട്ട് വരുന്നത് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ. അടുത്ത 354 ചോദ്യമാണ്. എല്ലാവരുടെയും യജമാനൻ എവിടെയാണ് ഉള്ളത്? ഉത്തരമായി വരുന്നത് സ്വർഗത്തിലാണ്. അടുത്ത 355 ചോദ്യമാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും ഡാഷ് ഉള്ളവരാകുവിൻ. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് കരുത്തുള്ളവരാകുവിൻ. അടുത്ത 356 ചോദ്യമാണ്. എന്തിനാണ് നാം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത്? ഉത്തരമായി വരുന്നത് സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ വേണ്ടി. അടുത്ത 357 ചോദ്യമാണ്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ഡാഷ് ധരിക്കുവിൻ. അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരമായി വരുന്നത് ആയുധങ്ങൾ. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അടുത്ത 358 ചോദ്യമാണ്. വിശ്വാസി ധരിക്കുന്ന കവചം എന്താണ്? ഉത്തരമായി വരുന്നത് നീതിയാണ്. അടുത്ത് 359 ചോദ്യമാണ്. ആത്മാവിന്റെ വാൾ എന്താണ്? ഉത്തരമായി വരുന്നത് ദൈവവചനമാണ്. അടുത്ത 360 ചോദ്യമാണ്. നാം എല്ലാ സമയവും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരമായി വരുന്നത് അപേക്ഷയോടും യാചനകളോടും. അടുത്ത 361 ചോദ്യമാണ്. അപേക്ഷയോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ഡാഷിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുവിൻ. ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആ ഡാഷ് ഉത്തരമായി വരുന്നത് ആത്മാവിലാണ്. അടുത്ത 362 ചോദ്യമാണ്. അവിശ്രാന്തം ഉണർന്നിരുന്ന് നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഉത്തരമായി വരുന്നത് വിശുദ്ധർക്ക് വേണ്ടിയാണ്. അടുത്ത 363 ചോദ്യമാണ്. വാതുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നാം എന്ത് ചെയ്യണം? ഉത്തരം പ്രാർത്ഥിക്കണം. അടുത്ത 364 ചോദ്യമാണ്. സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധസ്ഥനായ സ്ഥാനാപതി ആരാണ്? ഉത്തരം പൗലോസാണ്. അടുത്ത 365 ചോദ്യമാണ്. പൗലോസിന്റെ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ആരാണ്? ഉത്തരമായി വരുന്നത് തിക്കിക്കോസ് ആണ്. നമ്മളിന്ന് ഏകദേശം 360 മേലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 75 മേലെ മാർക്ക് എടുക്കാൻ സാധിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് 2-3 ദിവസം മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.